ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഊന്നുവടിയില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും? യേശുവിലുള്ള വിശ്വാസം നിശ്ചയമായിട്ടും മുഴുവൻ ലോകത്തിൻ്റെയും ഒരവകാശമാണ്. ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഗുരുയാണത്തിലേക്ക് സ്നേഹവന്ദനം. ആൽബർട്ട് ക്യാമുവിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ എന്നർത്ഥം വരുന്ന ഒരു ചെറിയ നാടകമുണ്ട്. തൻ്റെ തന്നെ ആത്മാംശം വലിയ അളവിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു കൃതിയായിട്ടാണ് എഴുത്തുകാരൻ അതിനെ വിലയിരുത്തുന്നത്. ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞ 20 വർഷങ്ങൾക്ക് ശേഷം, വീട് വിട്ടിറങ്ങിപ്പോയൊരു മകൻ തിരിച്ചു വരിക. അയാളത് തീർച്ചപ്പെടുത്തുമ്പോൾ ഈ ദൂർത്തുപുത്തൻ്റെ കഥയൊക്കെ ഈ പശ്ചാത്തലത്തിലുണ്ട്. ആഹ്ലാദാരവങ്ങളോടെ താൻ സ്വാഗതം ചെയ്യപ്പെടുന്നൊക്കെ അയാളങ്ങോട്ട് സങ്കല്പിക്കുക. എന്നാൽ അയാൾ തൻ്റെ ജന്മഗൃഹത്തിലെത്തുമ്പോൾ അയാൾ ആരും തിരിച്ചറിയുന്ന പോലുമില്ല. ഗ്രീക്ക് പുരാണത്തിലൊക്കെ ഇതുപോലെ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജാവ് മടങ്ങിയെത്തുമ്പോൾ അയാളുടെ നായം മാത്രം അയാളെ തിരിച്ചറിയുന്നൊക്കെ ഉള്ള ആ സൗഭാഗ്യം പോലും ഇയാൾക്കില്ല. സ്വയം വെളിപ്പെടുത്താനുള്ള ഇയാളുടെ ശ്രമങ്ങളൊക്കെ പാഴാവുന്നു. ഒരു മകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് പോലും ഈ വയോധികയായ അയാളുടെ അമ്മ ഉത്തരം കൊടുക്കുന്നില്ല. ഒടുവിൽ മറ്റൊരു പേരിൽ ഈ വീട്ടിലെ അയാൾ പാർക്കാൻ തീരുമാനിക്കുക. ആ വീട് ഇതിനകം ഒരു വഴിയോര സത്രമായി മാറിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമ്പന്നരായ യാത്രികർക്ക് രാത്രി വിശ്രമം കൊടുക്കുകയും അവരെ ഇങ്ങനെ അപായപ്പെടുത്തി അവരെ സ്വത്ത് ലൂട്ട് ചെയ്യുന്നൊരു രീതിയുമൊക്കെ ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും ഉണ്ട്. അല്ലെങ്കിൽ മകൾക്കുണ്ട്, അമ്മ കൂടെ നിൽപ്പുണ്ട്. നമുക്ക് ഊഹിക്കാവുന്ന കണക്ക് തന്നെ ഇയാളുടെ കാര്യത്തിൽ അത് സംഭവിക്കും. എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് അമ്മയ്ക്ക് എന്തോ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. അമ്മ മകളെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയി. വിഷമോ മയക്കുമരുന്നോ കലർത്തിയ ഒരു ചായ ഇയാൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അബോധത്തിലേക്ക് വഴുതിപ്പോവുകയും ഇയാളെ പുഴയിലേക്ക് എറിഞ്ഞ് കളയാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അയാളുടെ വിലപിടിപ്പുള്ളതെല്ലാം സ്വന്തമാക്കുമ്പോൾ ഇയാളുടെ രേഖകൾ പരിശോധിക്കുന്നത് വയോധികനായ ഒരു പരിചാരകനാണ്, അല്ലെങ്കിൽ ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് ഈ നാടകത്തിനകത്തുണ്ട്. അപ്പോൾ അത് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയ മകനാണെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അമ്മ അതിനകത്ത് ഉലഞ്ഞു പോകുന്നുണ്ട്. അമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. മകൾ ഒറ്റയാവുന്നു. ഇയാളെ തേടി ഇയാളുടെ ഭാര്യ മരിയ വരുന്നുണ്ട്. ആദ്യമൊക്കെ പെങ്ങളിങ്ങനെ ഒരു യാത്രികൻ്റെ കാര്യം നിഷേധിക്കുന്നു. ഒടുവിൽ സംഭവിച്ചതൊക്കെ ഏറ്റുപറയുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അവരുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: എല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ മീതെ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വിധത്തിൽ കാലസായ ഒരു ഉത്തരത്തിലൊക്കെയാണ് ഈ പുസ്തകം, ഈ ചെറിയ നാടകം അവസാനിക്കുന്നത്. ഈ മടങ്ങി വരുന്നവരൊക്കെ ദൂർത്തുപുത്തൻ്റെ കഥയിലെന്ന പോലെ സ്വീകരിക്കപ്പെടുമോ? കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ആഹ്ലാദാരവങ്ങളുടെ വിരുന്നുമേശയിലേക്ക് അവർ സ്വാഗതം ചെയ്യപ്പെടുമോ? നമുക്കറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ക്യാരിഡ് ഓഫാണ്. തിരികെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കുമെന്നും തിരികെ വരാൻ വേണ്ടി മനുഷ്യർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതൊക്കെ ഉള്ള സങ്കല്പങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കാലത്ത് പുലർത്തുന്നൊരു അപരാധം പോലുമാണെന്ന് മട്ടിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ വരുമ്പോൾ സ്നേഹമുണ്ടായിരിക്കുമോ? തിരികെ വരുമ്പോൾ നിഷ്കളങ്കത ഉണ്ടായിരിക്കുമോ? തിരികെ വരുമ്പോൾ വിശ്വസ്ത ഉണ്ടായിരിക്കുമോ? ഇത്തരമൊരു ഭയം യേശു പോലും പുലർത്തിയായിട്ട് ചിലപ്പോൾ വേദപുസ്തക വായനയിൽ അനുഭവപ്പെടുന്നുണ്ട്. ലൂക്കാ 18:8 ഇങ്ങനെ ഓർമ്മ വെച്ച കാലം തൊട്ട് അത് വായിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ചൂണ്ടക്കോള് താരോടുന്ന കണക്ക് തോന്നും. മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുണ്ടായിരിക്കുമോ? ഓർമ്മിക്കണം, ഈ തിരിച്ചു വരുന്നവർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന കഥയെ ഭൂമിയുടെ ബോധത്തിലേക്ക് ഇത്രയും ആഴത്തിൽ പതിപ്പിച്ച മനുഷ്യനാണ്. എന്നിട്ടും എന്തൊരു സന്ദേഹത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇങ്ങനെ അരുൾ ചെയ്യുന്നത്: തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? ഒരുപക്ഷെ അതൊരു റട്ടറിയുടെ ഭാഗമായിട്ട്, ഒരു പ്രഭാഷണ കലയുടെ ഭാഗമായിട്ടൊക്കെ ഒരു ചലഞ്ചായിരിക്കാം. മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? പക്ഷേ നമുക്കത് ഈ രാത്രിയിൽ ഉറപ്പ് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്.
നീ തിരിച്ചു വരുമ്പോൾ നീ ഞങ്ങളിൽ ഇട്ട ആ വിശ്വാസത്തിൻ്റെ നാളത്തിന് എന്നാ പറ്റും? വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ ഒരു കൃപയാണെന്ന് മാത്രമാണ് ഇപ്പോൾ പിടുത്തം കിട്ടുന്നത്. നിങ്ങൾക്കത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതല്ല, നിങ്ങളുടെ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണെന്ന് പറയുന്ന കണക്ക് വിശ്വാസം ഒരാളുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഡിഫോൾട്ട് സിസ്റ്റമാണ്. ഒരാൾക്കും അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. മറ്റൊരാളുടെ പ്രഭാഷണം കേട്ടോ, മറ്റൊരാൾ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടോ, ഏതാനും അനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നതുകൊണ്ടൊന്നും വിശ്വാസത്തിന് കാര്യമായിട്ട് ആളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലൊക്കെ എല്ലാ ഇത്തരം കാര്യങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം. ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ, അഗാധമാക്കണമേ. ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഊന്നുവടിയില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും? എന്തെങ്കിലുമൊക്കെ ഒരു തകർച്ച വരുമ്പോൾ എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക? എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒറ്റപ്പെടൽ വരുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ പറ്റുക? അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രഷ്യസ് ആയിട്ട് വെളിപ്പെട്ട് കിട്ടുന്നൊരു കാലമായത്. എനിക്ക് തോന്നുന്നു വെറുതെ വിശ്വാസിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വലിയ എഴുത്തുകാരൊക്കെ അവരുടെ ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് കരുതിയിരുന്നത് വിശ്വാസത്തിന് വേണ്ടിയുള്ള സ്ട്രഗിളാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ നിക്കോസ് കസിൻസാക്കിസ്, അദ്ദേഹം ഒരു പരമ്പരാഗത സങ്കല്പത്തിലെ വിശ്വാസിയല്ല. പക്ഷെ വിശ്വാസിയാകാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അത് ഈ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഇങ്ങനെ പകുത്തു കീറിയത് കണക്കാണ്. ഇങ്ങനെ വലിയ തിരകൾക്കകത്തൊക്കെ ഇങ്ങനെ കട്ടമരം തകർന്നു പോകുന്ന കണക്ക് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ ഇങ്ങനെ ഉലഞ്ഞു പോയൊരു മനുഷ്യനായിട്ട് ഈ മനുഷ്യൻ തന്നെ രേഖപ്പെടുന്നു. വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ എല്ലാ കൃതികളും വിശ്വാസിയാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ വിശ്വാസം ഇങ്ങനെ വലിയൊരു ആശ്വാസമാണ്, സമാധാനമാണ്. നമ്മളീ പറഞ്ഞ കണക്ക് ഇങ്ങനെ മലയാളത്തിലൊക്കെ അത് പറയുമ്പോൾ ശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വിശ്വാസത്തെ പറയാറുണ്ട്. വിശേഷപ്പെട്ടതോ അല്ലെങ്കിൽ അഗാധമായ ഒരു ശ്വാസത്തിൻ്റെ പേരൊക്കെയാണ് വിശ്വാസം എന്നൊക്കെ അതിനിങ്ങനെ പിരിച്ചൊക്കെ എഴുതി കാണാറുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? എന്തായിരിക്കും യേശുവിൻ്റെ ആശങ്കകൾക്ക് കാരണം? മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ദേവാലയങ്ങളില്ലാതിരിക്കുക, മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ മതാചാരങ്ങളില്ലാതിരിക്കുക, മടങ്ങി വരുമ്പോൾ ഇങ്ങനെ അവൻ്റെ നാമം പേറുന്ന മനുഷ്യരില്ലാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു സാധ്യതയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പരാമർശിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു തരം വിശ്വാസമാണ്. നമ്മളിപ്പോൾ പൊതുവെ വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാര്യത്തിൽ ഇങ്ങനെ അഗാധമായിട്ട് അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ ഫെയ്ത്ത് ഇൻ ഗോഡ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് അവിടുന്ന് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. യേശുവിലുള്ള വിശ്വാസമല്ല, യേശുവിൻ്റെ വിശ്വാസം. യേശുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നതിന് ഏതൊരു കാലത്തിലും ഒരു ജീർണത സംഭവിച്ചേക്കാം. ഏതൊരു കാലത്തിലും അതിങ്ങനെ അടിമുടി ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയെന്നിരിക്കാം. മറ്റ് വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളും മറ്റ് വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ സർഫേസ് ലെവലുള്ള എല്ലാ കമാനങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും വ്യക്തികളിൽ ഈ യേശുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യത്തിന് അപകടമരണം സംഭവിച്ചെന്നിരിക്കും. അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണമൊക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ പറയാനായിട്ട് ശ്രദ്ധിച്ചിരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളൊരു അകലമോ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെയാണ്. ഒന്നിങ്ങനെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, രണ്ട് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒന്നാണ്. യേശുവിലുള്ള വിശ്വാസവും യേശുവിൻ്റെ വിശ്വാസം. യേശുവിലുള്ള വിശ്വാസം ഇപ്പോൾ ആർക്കാണ് ഇല്ലാത്തത്? ആരാ യേശുവിൽ വിശ്വസിക്കാത്തത്? ഇതര ധർമ്മങ്ങളിൽപ്പെട്ടവർക്ക് പോലും യേശു എന്തൊരു പ്രിയപ്പെട്ട ഓർമ്മയാണ്. മിക്കവാറും അടുത്ത വർഷങ്ങളിലൊക്കെ ഞാൻ ക്രിസ്മസ് ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത് ഇങ്ങനെ രാമകൃഷ്ണ മഠവുമായിട്ട് ബന്ധപ്പെട്ട 24-ാം തീയതി തലേന്നൊക്കെ വലിയ പ്രാർത്ഥനയും ഭജനയും ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണീരൊഴുക്കി കൊണ്ട് സംസാരിക്കുന്ന ആചാര്യന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും യേശുവിനോട് പ്രിയമാണ്. എന്തിനൊരു സെക്കുലറായിട്ട് സങ്കല്പിക്കുമ്പോൾ പോലും നമുക്ക് യേശുവിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. 2025 ഒക്ടോബർ മാസം ഇത്രാം തീയതി നിങ്ങൾ പറയുന്നത് എന്തിനെ ആധാരമാക്കിയിട്ടാണ്? പണ്ടതിനെ AD എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ സെക്കുലർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ കോമൺ ഇറ എന്നാക്കുമ്പോൾ പോലും എന്തിൻ്റെ കോമൺ ഇറ? ആർക്ക് ശേഷമുള്ള കോമൺ ഇറ? ചുരുക്കത്തിൽ യേശു പശ്ചാത്തലത്തിലുണ്ട്. യേശുവിലുള്ള വിശ്വാസം നിശ്ചയമായിട്ടും മുഴുവൻ ലോകത്തിൻ്റെയും ഒരു അവകാശമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും സന്തോഷം യേശു എന്നൊക്കെ വേദോസം പറയുന്നില്ലേ? അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ യേശുവിൻ്റെ വിശ്വാസമുണ്ട്. ആ യേശുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ കഠിനമായ ട്രയലുള്ള ഒന്നാണ്.
കഠിനമായ കുരിശു ആരോഹണമുള്ള ഒന്നാണ്, കഠിനമായ വേദനയുള്ള ഒന്നാണ്. നിർഭാഗ്യവശാൽ അതിലേക്ക് എത്തുന്ന മനുഷ്യരുടെ എണ്ണം ചുരുങ്ങിപ്പോകുമെന്നുള്ളൊരു സങ്കല്പം സുവിശേഷം സംസാരിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ ചെറിയ അജഗണം എന്നൊരു വിശേഷണം മുഴങ്ങുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ വാക്ക് കേൾക്കുന്നുണ്ട്, മൈ ലിറ്റിൽ ഫ്ലോക്ക്. അതെന്നോടെ ലിറ്റിൽ ഫ്ലോക്ക് എന്ന് വിളിക്കുന്നത്? അവനെ കേട്ടുകൊണ്ടിരുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഭക്ഷിച്ച് തൃപ്തരായ കഥയൊക്കെ വേദപുസ്തകം പറയുന്നില്ലേ? അപ്പോൾ അനവധി പേര് അവനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കൂട്ടി കുറച്ച് ഹരിച്ച് കഴിയുമ്പോൾ ഒരു 10-12 പേര് പോലും ഇല്ല. അവരവിടെ നിന്ന് വിളിച്ചിരുന്ന വാക്കായിരുന്നു എൻ്റെ ചെറിയ അജഗണം. ബുദ്ധസങ്കല്പങ്ങളിലൊക്കെ പറയുന്ന കണക്ക് എല്ലാവർക്കും ബുദ്ധൻ തൻ്റെ അങ്കി കൊടുത്തപ്പോൾ ആനന്ദന് തൻ്റെ മജ്ജ കൊടുക്കാൻ മനസ്സായെന്ന് പറയുന്ന കണക്ക് അവൻ്റെ മജ്ജ കിട്ടിയ മനുഷ്യർ വളരെ കുറവായിരുന്നു. അവർ തിരികെ വരുമ്പോൾ ഉണ്ടായിരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അവിടുത്തെ ആശങ്ക. തിരികെ വരും എന്നുള്ളതായിരുന്നു അവൻ്റെ കാലത്തെ ആ ക്രിസ്ത്യ ധർമ്മത്തെ കുലീനമായി നിലനിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിചാരം. അവർ വിചാരിച്ചു ഇമ്മിനൻ്റായിട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു രണ്ടാം വരവുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഉണർവില്ല, പരമാവധി ജാഗ്രതയില്ല, പരമാവധി കരുതലില്ല, പരമാവധി ഇങ്ങനെ അതർ സെൻറ്റേഡ് ആയിട്ടൊക്കെ ജീവിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചു. അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. ദിവസം അവസാനിക്കുന്ന ആ പ്രാർത്ഥനയോടുകൂടിയാണ്. വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ ദിനത്തിൽ നീ വരണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അത്രയും പെട്ടെന്ന് വരുന്നൊക്കെ ഉറപ്പുള്ളത് കൊണ്ട് അവിടെ നിന്ന് ആഗ്രഹിച്ച ഒരു ലോകക്രമത്തിന് വേണ്ടി, അവിടെ നിന്ന് ആഗ്രഹിച്ചൊരു മൂല്യത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. എന്നാൽ ആ കാലം മുമ്പോട്ട് പോകുന്നു. ഈ പറഞ്ഞ കണക്കുള്ള സങ്കല്പങ്ങൾ ആ പതുക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു കാലത്തിൽ അവൻ്റെ വീണ്ടും വരവുണ്ടാകുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? വിശ്വാസം വെറുതെ ഒരു ഗിഫ്റ്റാണ്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജ്ഞാനമായിരുന്നു പ്രധാനപ്പെട്ടത്. ഇന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വായനയോടും ഇവിടെ സഞ്ചാരങ്ങൾ വഴി കിട്ടുന്ന ചില ജ്ഞാന അന്വേഷണത്തെക്കുറിച്ചുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി ജ്ഞാനത്തെക്കാൾ പ്രധാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. പിന്നെ സ്നേഹത്തിലായിരിക്കുക, സ്നേഹമെന്ന ഒറ്റ വാക്കിലേക്ക് ജീവിതം ചുരുങ്ങുക എന്നൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് കരുതിയത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 50-ൻ്റെയൊക്കെ രണ്ടാം പാതിയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടിയോ സ്നേഹത്തിന് വേണ്ടിയോ അല്ല, വിശ്വാസത്തിന് വേണ്ടിയാണ്. കാരണം ഈ വിശ്വാസം ഇങ്ങനെ വലിയൊരു ടൂളാണ്. ഈ ഊന്നുപടി ഇല്ലാതെ നമുക്ക് ഒന്നിനെയും കുറുകെ അടക്കാൻ പറ്റത്തില്ല. ഒരു കുടുംബ ബന്ധത്തിലെ പോലും മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യമില്ലെങ്കിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? അപ്പം അതിങ്ങനെ നമ്മൾ ആലോചിച്ചും പഠിച്ചും കണ്ടെത്തിയും ആർജിച്ചുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് വിശ്വാസമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ചെറിയ പ്രായത്തിൽ വളരെ വേഗത്തിൽ വായിച്ചു വിട്ട ഒരു പ്രാർത്ഥന ഈ പ്രായത്തിൽ കണ്ണീരോടുകൂടി സമയമെടുത്ത് തന്നെ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. മനുഷ്യരുടെ വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, പ്രപഞ്ചക്രമത്തിലുള്ള വിശ്വാസം, അപരിചിതമുള്ള വിശ്വാസം, ഭൂമിയിൽ വിശ്വാസം കുറേ കൂടി ആളട്ടെ. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ ഉള്ളൊരു ക്ഷണം കൂടി ഈ വാക്കിനകത്ത് കിടപ്പുണ്ട്. ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? ലൂക്കാ 18:8 ഈ രാത്രിയിൽ ഒന്ന് കണ്ണുപൂട്ടി വായിച്ചാൽ നല്ലതാണ്. ആ വിശ്വാസം എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? യേശു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കിങ്ങനെ സർപ്പത്തിൻ്റെ വിവേകം ആവശ്യമുണ്ട്. ശിഷ്യരെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോഴേക്കും യേശു കൊടുത്ത ഒരു 10-14 നിർദ്ദേശങ്ങളിലൊന്നാണ് ഇങ്ങനെ പോകുമ്പോൾ സർപ്പത്തിൻ്റെ വിവേകം വേണമെന്ന് പറയുന്നത്. ആ സർപ്പത്തിൻ്റെ വിവേകം എന്നൊക്കെ ഉള്ള പദങ്ങൾ രൂപപ്പെട്ടത് വലിയ വിശ്വാസ പ്രതിസന്ധിയുടെ കാലത്താണ്. കഠിനമായ പ്രതിസന്ധിയിലൂടെ ആദിമ ക്രൈസ്തവ സമൂഹം കടന്നുപോയി. എന്തുകൊണ്ടെന്ന് ഇപ്പോഴും നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ എല്ലാത്തിനെയും സ്നേഹിക്കുക, സ്നേഹമെന്ന ഒറ്റ വാക്കിലേക്ക് ജീവിതം ചുരുക്കുക എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ച ഒരു ധർമ്മം വെറുക്കപ്പെട്ടത് കണക്ക് ലോകത്തൊരു ധർമ്മവും ഒരു കാലത്തും വെറുക്കപ്പെട്ടിട്ടുണ്ടായില്ല. മനുഷ്യർ ഈ 1-ാം നൂറ്റാണ്ടിലൊക്കെ റോമിൻ്റെ തെരുവീഥികളിൽ ഇങ്ങനെ തെരുവ് വിളക്കുകളായിട്ട് നിന്ന് കത്തി. റോം വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നഗരമായിരുന്നു. അല്ലെങ്കിൽ റോമിൽ എല്ലാ നഗരങ്ങളും തന്നെ ഡെവലപ്ഡ് ആയിരുന്നു. അന്നേ തെരുവ് വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരുവ് വിളക്കുകളിൽ ഈ മനുഷ്യനെ ഓടാമ്പലിട്ട് നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തി. എന്നിട്ട് മനുഷ്യർ അതിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് കത്തിക്കുക. നമ്മൾ കവിത പറയുന്നതല്ല, മനുഷ്യർ ഇങ്ങനെ തെരുവ് വിളക്കുകളായിട്ട് കത്തി നിന്നിരുന്ന ഒരു കാലത്തൊക്കെയാണ് ഈ സുവിശേഷമൊക്കെ എഴുതപ്പെടുന്നത്. വിശേഷം മാത്യുവിൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത്. അപ്പോഴാണ് ആ വാക്കിൻ്റെ ഒക്കെ ഒരു പൊരുള്, ഒരു ധ്വനിയൊക്കെ നമുക്ക് പിടുത്തം കിട്ടേണ്ടത്.
എന്താണ് ഈ സർപ്പത്തിൻ്റെ വിവേകം എന്ന് പറയുന്നത്? സർപ്പത്തെ നമ്മൾ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. സർപ്പം ഒരൊറ്റ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ തലക്കടി കൊള്ളാതെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കാരണം തലക്കടി കൊണ്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകത്തില്ല. തലക്കടി കൊണ്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതീക്ഷിക്കാനുണ്ട്. കുട്ടികൾ പാടുന്ന പാട്ട് കണക്ക് വൺ ഡേ വി ഷാൾ ഓവർകം. അങ്ങനെയെങ്കിൽ അടികൊള്ളാതെ സൂക്ഷിക്കേണ്ട ഈ ശിരസ് എന്താണ്? വിശ്വാസമാണ് ശിരസ്. ജീവിതം എന്തുമാത്രം പ്രതിസന്ധികൾ വെച്ച് നീട്ടുമ്പോഴും, എന്തുമാത്രം തെറ്റിദ്ധാരണകൾ നമ്മുടെ മീതെ ആരോപിക്കുമ്പോഴും, എന്തുമാത്രം കപ്പൽ ഛേദങ്ങളുടെ ബന്ധങ്ങളിൽ കടന്നു പോകുമ്പോഴും, ഇങ്ങനെ വലിയ നമ്മളുള്ള ചില പ്രത്യാശയൊക്കെ മനുഷ്യർക്ക് നഷ്ടമാകുമ്പോഴും, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, ഒരു കുഞ്ഞു കാര്യത്തിന് തലക്കടി കൊള്ളാതെ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും ഫെയ്ത്ത്. അതിനടികൂടി കൊള്ളാതെ സൂക്ഷിക്കുക എന്നുള്ള പ്രധാനം. ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു കാലഘട്ടത്തിൽ കുറച്ചൊന്ന് ഇരുന്നു പോയ ഒരു കാലത്തിൽ ഇങ്ങനെ ഒരു കാര്യവും തലയിലോട്ട് വരുന്നില്ല. പറഞ്ഞ കാര്യങ്ങളോ പഠിപ്പിച്ച കാര്യങ്ങളോ എഴുതിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞൊരു വിശ്വാസം, ചെറിയ പ്രായത്തിൽ കേട്ടൊരു വിശ്വാസം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് പതുക്കെ ഇങ്ങനെ കൊട്ടി പ്രവേശിക്കുകയാണ്. അത് ചെറിയ പ്രായത്തിലൊക്കെ കേട്ടൊരു വചനമാണ്. റോമ 8:28 കേട്ടൊരു വചനമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, താൻ തിരഞ്ഞെടുത്ത തനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ അവൻ എല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു പറഞ്ഞ വാക്കാണ്. എക്സാക്റ്റ് കോട്ട് പോലും എനിക്ക് ആവശ്യമില്ല. എനിക്കതിൻ്റെ ഒരു സത്ത ഉള്ളിൽ കിടപ്പുണ്ട്. വർഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ആ ഒരു സത്ത ഉള്ളിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ആ ഒരു കുഞ്ഞു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇങ്ങനെ ആവശ്യത്തിലേറെ മുങ്ങിപ്പോകുമെന്ന് നമ്മൾ ഭയപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മൾ എന്തുമാത്രം അശരണ്ടായേനെ. കണ്ട ചിന്തകൾ വളരെ ലളിതമായൊരു ചിന്തയെ ഒന്ന് ഇത്തിരി നീട്ടിയും പരത്തിയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തിരികെ വരുമ്പോൾ എല്ലാവരുമൊക്കെ ഉണ്ടായിരിക്കണം. സ്നേഹം ഉണ്ടായിരിക്കണം, നന്മ ഉണ്ടായിരിക്കണം, നിഷ്കളങ്കത ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.